വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ഒരു ഓട്ടോറിക്ഷക്കാരിയുടെ കഥയാണ് നമുക്കിന്ന് പറയാനുള്ളത്. അപ്പോൾ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് ചിന്തിക്കും, മറ്റൊന്ന് നടക്കും. അതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിച്ചാൽ ആ പ്രതീക്ഷകളൊക്കെ അസ്തമിക്കാനായിട്ട് ഒരു മിനിറ്റ് മതി. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ജീവിതത്തിൻ്റെ ടേണിംഗ് പോയിൻ്റ്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ഓരോരുത്തരും ജീവിക്കാനായിട്ട്. അപ്പോൾ ഇവിടെ എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് പെൺമക്കളുള്ള ഒരു അമ്മയാണ്. പെട്ടെന്നാണ് അറ്റാക്ക് വന്നിട്ട് ഭർത്താവ് മരിച്ചു പോണത്. അപ്പോൾ 3 പെൺമക്കളെയും കൊണ്ട് ഈ അമ്മ എന്ത് ചെയ്യും? ആൾക്കാർക്ക് എന്തോരം സഹായിക്കാൻ പറ്റും? ഇയാൾക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോറിക്ഷയാണെന്നോ, അയാൾ ഓട്ടോറിക്ഷ ഓടിച്ചിട്ടാണ് ഈ കുടുംബം നോക്കി വന്നത്. ഒന്നിന് പിറകെ ഒന്നായി 3 പെൺകുട്ടികൾ. എന്ത് ചെയ്യാൻ പറ്റും? ഒരു രക്ഷയില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇയാളുടെ അറ്റാക്കായിട്ട് പെട്ടെന്ന് മരിക്കുന്നത്. പിന്നെ ഈ ഭാര്യയ്ക്ക് ജോലി ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ, മക്കളെ വളർത്തണം, ജോലി ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ ആകെ എല്ലാവരും കൂടി പറഞ്ഞു തന്നാൽ നീ ഒരു കാര്യം ചെയ്യ്, നീ ഒരു ലൈസൻസ് എടുക്ക്, അവൻ്റെ ഓട്ടോറിക്ഷ നീ ഓടിക്കി. അപ്പോൾ എന്തോരം പെണ്ണുങ്ങൾ ലോൺ എടുത്തിട്ട് ശ്രീശക്തിയിൽ നിന്നും മറ്റുള്ളതൊക്കെ ലോൺ എടുത്തിട്ട് അതുപോലെ തന്നെ ഓരോ വിഭാഗത്തിലും ഓട്ടോറിക്ഷ ലോൺ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓട്ടോറിക്ഷ നിനക്ക് ലോണൊന്നും എടുക്കണ്ടല്ലോ, സ്വന്തം ഓട്ടോറിക്ഷയല്ലേ, അപ്പോൾ നിനക്ക് ഓട്ടോറിക്ഷ ഓടിച്ചിട്ട് നിനക്ക് നിൻ്റെ കുട്ടികളെ വളർത്താം എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ അത് പറഞ്ഞപ്പോൾ ശരിയാന്ന് തോന്നി. അങ്ങനെ ഈ വീട്ടമ്മ എന്തുണ്ടാ വെച്ചിട്ടുണ്ടെങ്കിൽ ലൈസൻസ് എടുത്തു, ഓട്ടോറിക്ഷ ഓടിക്കാൻ തുടങ്ങി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൾ കാണാൻ നല്ലൊരു സുന്ദരിയാണ്. ഈ ഓട്ടോറിക്ഷ ഓടിക്കാൻ തുടങ്ങുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പല ഭാഗത്തു നിന്നും പല കമൻറ്റുകളും വരും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോറിക്ഷ ഓടിച്ചിട്ട് പരിപാടിക്ക് കൊടുക്കണം, മറ്റൊന്ന് കൊടുക്കണം, മറിച്ചാന് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ കുടുംബത്തെ ബുദ്ധിമുട്ടും വിഷമങ്ങളും കാരണം എല്ലാ സ്ത്രീകളും ഒരു 6 മണി 5 മണിക്ക് ആകുമ്പോൾ ഓട്ടോ ഒതുക്കും. ഇവളാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 8 മണി വരെയൊക്കെ ഇവൾ ഓട്ടോ ഓടിക്കും രാത്രിയിൽ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ പഠിപ്പുണ്ട്, ചെറിയ കുട്ടികളാണ്. അപ്പോൾ അതിൻ്റേതായുള്ള ബുദ്ധിമുട്ടൊക്കെ കാരണം അങ്ങനെയാണ് ചെയ്യുന്നത്. ഈ 7 മണി 8 മണിക്ക് ആയി കഴിഞ്ഞാൽ ഓട്ടോറിക്ഷയിൽ കയറുന്ന പല ആൾക്കാരും പല സ്വഭാവക്കാരാണ്. അതുപോലെ തന്നെ ഒരു ദിവസം ഒരു ഇടപ്രായമുള്ള ഒരു മാമൻ ഓട്ടോറിക്ഷയിൽ കയറിയപ്പോൾ അങ്ങനെ ഒരു കുറച്ച് ലോങ് ഓട്ടമാണ്. ആ ഓട്ടം പോണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ മാമൻ അച്ഛനെ ഇവിടെ കണ്ടിട്ട് സഹിക്കുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ചോദിച്ചു, എന്താണ് നിൻ്റെ ഈ ഓട്ടോറിക്ഷ ഈ രാത്രിയിൽ ഓടിക്കാനുള്ള സാഹചര്യം എന്താ? അപ്പോൾ അതിനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും ഭർത്താവിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അപ്പോൾ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, നീ എനിക്ക് ഇന്നൊരു ദിവസം നിന്നൊന്ന് എനിക്ക് തന്നു കഴിഞ്ഞാൽ നിനക്ക് ഞാൻ ഈ ഓട്ടോറിക്ഷ ഓടിക്കുന്ന പോലെ തന്നെ നിനക്ക് ഞാൻ ഒരു ഓട്ടോറിക്ഷ കൂടി മേടിക്കാനുള്ള കാശ് ഞാൻ നിനക്ക് തരട്ട്, ഒറ്റ രാത്രി നീ എനിക്കൊന്ന് വഴങ്ങി തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ പറഞ്ഞു, മാമനെ ആളെ തെറ്റി, വണ്ടി അവിടെ ചവിട്ടി നിർത്തി, വേഗം ഇറങ്ങിക്കോ, ഞാൻ അത്രക്കാരിയല്ല, അത്തരത്തിലുള്ള കാശും എനിക്ക് വേണ്ട, ഇറങ്ങിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നീ ഒരു പെണ്ണാണ്, ഇന്നല്ലെങ്കിൽ നാളെ നിനക്ക് ഞാൻ ഈ പറഞ്ഞത് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് അപ്പം നിനക്ക് മനസ്സ് മാറിയേ നീ ഈ നമ്പറിലേക്ക് എന്നെ വിളിക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു വിസിറ്റിംഗ് കാർഡ് ഓട്ടോറിക്ഷയിൽ ഇട്ട് കൊടുത്തു, ആ ഡാഷ് ബോക്സിലിട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് മാമ അവിടെ അയാൾ നാളിങ്ങനെ നടന്ന് പോയി ചെയ്തു. ഇവിടെ അങ്ങനെ ഓട്ടോറിക്ഷ കൊണ്ടുവന്ന് ഇവിടെ ഒരുപാട് വിഷമമായി. ഇങ്ങനെയൊക്കെ ആൾക്കാർ ചോദിക്കാൻ നിൽക്കണല്ലോ, ഇങ്ങനെയൊക്കെ ഈ ഓട്ടോറിക്ഷ ഓടിക്കാനേ കാരണമല്ലേ ആൾക്കാരൊക്കെ ഇങ്ങനെ ചോദിക്കുന്നത് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അങ്ങനെ പല അനുഭവങ്ങളും ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഇവളും ഒരു സ്ത്രീയല്ലേ, ഇവൾക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോറിക്ഷ ഓടിച്ച് കാര്യങ്ങൾ നടത്തിക്കൊണ്ട് മാത്രം ജീവിക്കാനും പറ്റണ്ടായി. അപ്പോഴാണ് ഇവൾ ഒരു കാര്യം ആലോചിച്ചത്, നമ്മളിനി ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അതും ഈ 3 പെൺകുട്ടികളുള്ളടത്തേക്ക് ഒരു കല്യാണം കഴിച്ചു വന്നാൽ അവർക്ക് നമുക്ക് ഈ പെൺകുട്ടികളെ നമ്മൾ കാണുന്ന പോലെ ആയിരിക്കില്ല രണ്ടാമത് കല്യാണം കഴിച്ച് വരുന്ന ആൾ കാണുന്നത്. അപ്പോൾ അത് അതിനേക്കാളും വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൾക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വേറെ, എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് പരിപാടി ചെയ്യണം, ഈ വണ്ടി ഓടിക്കും കാര്യങ്ങൾ ചെയ്യും, ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോഴും ഒന്നൊരു ബന്ധപ്പെടണം എന്നുള്ളൊരു ആഗ്രഹങ്ങളും തോന്നണം. അപ്പോൾ ഏറ്റവും സേഫായിട്ട് പല ആൾക്കാരും ഇവിടെ മുട്ടീൻ്റെ ആടുന്ന പരിപാടിക്ക്, പക്ഷെ അതൊന്നും കൊടുക്കാണ്ട് അന്ന് ആ ഡാഷിലിട്ടുണ്ടെന്ന് ആ വിസിറ്റിംഗ് കാർഡ് എടുത്തു, ആ മാമനെ വിളിച്ചു. അയാൾക്ക് ഒത്തിരി ഇടപ്രായമാണ്. അയാൾ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ കാര്യം ഞാൻ ആലോചിച്ച് നോക്കിയപ്പോൾ എനിക്ക് ശരിയാന്ന് തോന്നി, എൻ്റെ മകളെ പഠിപ്പിച്ച് എനിക്ക് ഒരു ഡോക്ടറാക്കണം എന്നാണ് ആഗ്രഹം, അതിനെന്നെ സഹായിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ സഹായിക്കാം, എനിക്ക് നിങ്ങളോട് ഒരു സ്നേഹമോ പ്രേമോ ഒന്നുമില്ല, സെക്സ് മാത്രം ചെയ്യാൻ ഒരു പെണ്ണ്, അത് മാത്രം എനിക്ക് ആവശ്യം, അതിനുവേണ്ടി എത്ര കാശ് ചിലവാക്കാനും ഞാൻ തയ്യാറാണ് ഈ ആൾ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നമുക്കൊന്ന് കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ പെണ്ണ് ആ ആളെ വിളിച്ചു, ആളെ ഒരു ഡിസ്കഷൻ വെച്ചു, അതിട്ട് കണ്ടപ്പോൾ പറഞ്ഞു, നീ എനിക്ക് ഈ നമ്മൾ തമ്മിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നീ ഒരാളായിട്ടും ബന്ധപ്പെടാൻ പാടില്ല, ഒരാളുടെ അടുത്തും നീ ചെയ്യാൻ പാടില്ല, പിന്നെ ഞാൻ മാത്രമേ ബന്ധപ്പെടാൻ പാടുള്ളൂ. അതേപോലെ തന്നെ നിന്നെ എനിക്ക് കല്യാണം കഴിക്കാനോ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനോ എനിക്ക് പറ്റില്ല.
നിന്നോട് എനിക്ക് നിൻ്റെ ശരീരത്തിനോട് കാണുന്ന ഒരു അട്രാക്ഷൻ, സെക്സ്, അത് മാത്രമേ എനിക്ക് ആവശ്യമുള്ളൂ. എനിക്ക് ഭാര്യയുണ്ട്, കുടുംബമുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ നിനക്ക് നിൻ്റെ മകളെ ഡോക്ടറാകാനുള്ള എല്ലാ സഹായങ്ങളും പൈസയും ഞാൻ തന്നുകൊണ്ടിരിക്കും. എനിക്ക് എപ്പോഴൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അപ്പോഴൊക്കെ നീ വരണം. അപ്പോൾ ഇവള് പറഞ്ഞു, ഇതിലിപ്പോൾ എനിക്ക് 2 കാര്യമാണ് എൻ്റെ കാഴ്ചപ്പാടുള്ളത്. ഒന്ന്, ഈ ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ട് ഒരിക്കലും എൻ്റെ മകളെ എനിക്ക് ഡോക്ടറാക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് അതേപോലെ തന്നെ എനിക്കും ഒരു പുരുഷൻ്റെ സാമീപ്യം, ഒരു പരിപാടി എനിക്കും ആവശ്യമാണ്. അത് പലർക്കും കൊടുത്ത് 10 പൈസയ്ക്ക് ഗതിയില്ലാണ്ട് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. എൻ്റെ മകളെ ഡോക്ടറാക്കാനായിട്ട് പൈസ തരുന്ന നിങ്ങളൊക്കെ വേണ്ടിയിട്ട് 2 കാര്യമാണ്. എനിക്ക് കാശും കിട്ടും, എൻ്റെ ശരീര സുഖം കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കും അത് ആവശ്യമാണ്. അപ്പം നിങ്ങൾക്ക് വേണ്ടി കീഴ്പ്പെടാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു എഗ്രിമെൻറ്റിൻ്റെ മുകളിൽ പിന്നെ അവർ ബന്ധപ്പെടൽ തുടങ്ങി. ഈ പെൺകുട്ടിക്ക് ഡോക്ടറായി പഠിക്കാനുള്ള കാശും അയാൾ ഇങ്ങനെ കുറേശ്ശെ കൊടുത്തുകൊണ്ടിരുന്നു. ആ ബന്ധം ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ ഭംഗിയായിട്ട് അത് കൊണ്ടു നടന്നവൾ. അപ്പോൾ അങ്ങനെ മിടുക്കികളായ ഭാര്യമാരുണ്ട് ഈ നാട്ടിൽ എന്ന് പറഞ്ഞാണ്. ആ ബന്ധം ഇപ്പോഴും കണ്ട് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കഥയാണ്. അത് എന്നോടൊരു ആൾ പറഞ്ഞതാണ്. അതിപ്പോഴും ആ ബന്ധം കണ്ടിന്യൂ ചെയ്തിട്ട് 2 പേരും പോകുന്നു. ഇപ്പോൾ ആ പെൺകുട്ടി ഡോക്ടറായിട്ടില്ല, പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ കഥ ഇവിടെ അവസാനിപ്പിക്കേണ്ടതുണ്ട്. അടുത്ത കഥയായിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം.